ഇനി നമുക്ക് പത്തനംതിട്ടയിലേക്ക് ഒന്ന് പോകാം. അവിടെ വി ഡി സതീഷിനെ അനുകൂലിച്ചുകൊണ്ട് വീണ്ടും പോസ്റ്റർ പ്രത്യക്ഷപ്പെടുകയാണ്. നിതിൻ തോമസ് ഉണ്ട്. നിതിൻ, വി ഡി തരംഗം പലയിടത്തും പോസ്റ്ററുകളായി വരുന്നുണ്ട്. അതിനി ഇലക്ഷനിൽ ആ തരംഗമുണ്ടോ എന്ന് നാളെ കണ്ടറിയണം. ഇത് ആരാണ് ഇതിന്റെ പിന്നിൽ? മണിക്കൂറുകളുടെ ആയുസാണോ പോസ്റ്ററിനുണ്ടാവുക, അതോ അവിടെ ഉണ്ടാകുമോ അത്? തീർച്ചയായിട്ടും ദിവിഷ്, ഇതും മറ്റ് തൊടുപുഴയിലൊക്കെ സംഭവിച്ചതുപോലെ മണിക്കൂറുകളുടെ ആയുസ് മാത്രമാണോ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ നമുക്കറിയില്ല. എന്തായാലും ഇത് ഈ ഫ്ലെക്സുകൾ വെച്ചതാരാണെന്ന് നമുക്ക് അറിയില്ല. എന്തായാലും വി ഡി അനുകൂലികളായിരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ പോസ്റ്ററിലേക്ക് വരികയാണെങ്കിൽ ഈ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിന് ചേർന്നാണ് ഈ ഫ്ലെക്സ് സ്ഥാപിച്ചിരിക്കുന്നത്. അത്യാവശ്യം ഈ പത്തനംതിട്ട ടൗണിൻ്റെ ഒരു മുഖമാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു ഫ്ലെക്സ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് കൂടാണ്ട് DCC ഓഫീസിലേക്ക് പോകുന്ന വഴിയിലും ഇത്തരത്തിലൊരു ഫ്ലെക്സ് വി ഡി സതീശൻ അനുകൂലികൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഫ്ലെക്സിൽ എഴുതിയിരിക്കുന്ന 2 വാചകങ്ങളിലേക്ക് വരാം. കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി, നിലപാടുകളുടെ രാജകുമാരൻ എന്നാണ് ഒരു ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് കേരളത്തിന്റെ ഭാവി ഈ കൈകളിൽ സുരക്ഷിതം. അപ്പോൾ എന്തായാലും നാളെ വോട്ടെണ്ണി കഴിയുമ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യമാണ് വി ഡി സതീശൻ അനുകൂലികൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഫ്ലെക്സുകൾ വെച്ചിരിക്കുന്ന ആളുകൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നാളെ വോട്ടെണ്ണുന്നു. കോൺഗ്രസിൽ നമുക്കറിയാം ഓൾറെഡി മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി തർക്കം രൂക്ഷമാവുന്നുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള ഫ്ലെക്സുകൾ പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നത്. പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ പോസ്റ്ററുകളൊക്കെയാണ് ഒട്ടിക്കുന്നതെങ്കിൽ പത്തനംതിട്ടയിൽ ഇപ്പോൾ വലിയൊരു ഫ്ലെക്സ് തന്നെ വെച്ചിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല DCC ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക്. അപ്പോൾ DCC ഓഫീസിലേക്ക് പോകുന്ന ആളുകൾ ഇത് കാണണമെന്ന ബോധ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിലൊരു ഫ്ലെക്സ് സ്ഥാപിച്ചിരിക്കുന്നത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.